നമസ്കാരം. സമൂഹമാധ്യമങ്ങളിലൂടെ തുടർച്ചയായി വിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിക്കുകയും മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത വിവാദ യൂട്യൂബറെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബ്രഹ്മ കൊഗ്നിഷൻ, ബ്രഹ്മ ബൂമർ എന്നീ യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന സ്വാമി എന്ന് വിളിക്കപ്പെടുന്നയാളെയാണ് പോലീസ് തമിഴ്നാട്ടിലെ ഒളിത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. തിരുവനന്തപുരത്ത് നടന്ന ഒരു പൊതുപരിപാടിയിൽ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കെ.എം. ഷാജിയും നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധയുണർത്തുന്ന രീതിയിൽ ഇയാൾ വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ പരിപാടിയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കെ.എം. ഷാജി നിലവിളക്ക് കൊളുത്തിയതിനെ ആസ്പദമാക്കിയാണ് ഇയാൾ അധിക്ഷേപ വീഡിയോ നിർമ്മിച്ചത്. നിലവിളക്ക്, ഹലാൽ, ഹറാം എന്നീ മതപരമായ ആശയങ്ങൾ ദുരുപയോഗം ചെയ്ത് ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കടുത്ത വർഗീയ വേർതിരിവും ശത്രുതാ മനോഭാവവും സൃഷ്ടിക്കാൻ ഇയാൾ ശ്രമിച്ചതായി പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിജീവിതത്തെയും രാഷ്ട്രീയ പദവിയും ലക്ഷ്യമിട്ട് അങ്ങേയറ്റം മോശമായ തെറിവിളികളും അശ്ലീല പരാമർശങ്ങളുമാണ് വീഡിയോയിൽ ഇയാൾ നടത്തിയിരുന്നത്. ഇസ്ലാം മതവിശ്വാസികളോടൊപ്പം നിന്ന് അവരെ പുകഴ്ത്തി മുൻപ് വീഡിയോകൾ ചെയ്തിരുന്ന ഇയാൾ ചാനലുകളുടെ റീച്ചും വരുമാനവും കുറഞ്ഞപ്പോഴാണ് തനി നിറം പുറത്തെടുത്ത് വർഗീയ പ്രചാരണം ആരംഭിച്ചതെന്നും പരസ്യമായ ആക്ഷേപമുണ്ട്. ഈ മാസം 14-ാം തീയതി രാത്രി 11:20 സൈബർ പോലീസ് നടത്തിയ സോഷ്യൽ മീഡിയ പെട്രോളിങ്ങിനിടയിൽ ഇയാളുടെ വിദ്വേഷ വീഡിയോ കണ്ടെത്തുന്നത്. പ്രതി തന്റെ ബ്രഹ്മ കൊഗ്നിഷൻ എന്ന യൂട്യൂബ് ചാനലിലാണ് വിവാദ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. ഈ വീഡിയോ വിവാദമായപ്പോൾ നീക്കിയിരുന്നു. കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ഇയാൾ വീഡിയോ പ്രസിദ്ധീകരിച്ചത്. ഈ ദൃശ്യങ്ങൾക്കൊപ്പം അസഭ്യവും അധിക്ഷേപകരവുമായ ഭാഷ ഉപയോഗിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ വ്യക്തിപരമായി അവഹേളിക്കുകയുമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താനും കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി കാടങ്ങലാണ് മലപ്പുറം ജില്ലാ പോലീസിന് പരാതി നൽകിയത്. വീഡിയോയിൽ പ്രകോപനപരവും അശ്ലീലവുമായ വാക്കുകൾ ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന മന്ത്രിയെ ഇകഴ്ത്തിക്കാട്ടാനും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും മതവിഭാഗങ്ങൾക്കുമിടയിൽ സ്പർദ്ധ വളർത്തി കേരളത്തിൽ കലാപമുണ്ടാക്കാനും പ്രതി ബോധപൂർവ്വം ശ്രമിച്ചതായി പരാതിയിൽ പറയുന്നു. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിനെതിരെയുള്ള ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 196, ദേശീയ ഉദ്ഗ്രഥനത്തിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെയുള്ള BNS വകുപ്പ് 197, ആശയവിനിമയ ഉപാധികളിലൂടെയുള്ള ശല്യപ്പെടുത്തൽ തടയുന്ന കേരള പോലീസ് ആക്ട് വകുപ്പ് 120 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്ത വിവരം അറിഞ്ഞ പ്രതി യൂട്യൂബിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യുകയും തനിക്കെതിരെ കേസെടുത്തതായി കാണിച്ച് ചാനലിൽ മറ്റൊരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോ പുറത്തു വന്ന മണിക്കൂറുകൾക്കകം തന്നെ മലപ്പുറം സൈബർ പോലീസ് സംഘം ഇയാളുടെ ഒളിത്താവളം വളഞ്ഞു. മുൻപ് ഇയാൾ നടത്തിയ അഭ്യർത്ഥനകളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ തമിഴ്നാട്ടിലെ വീട്ടിൽ ഒളിവിലിരിക്കെയാണ് മലപ്പുറം സൈബർ പോലീസ് SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ കൈയോടെ പിടികൂടിയത്.